പ്രോഡക്ട്സിന് റേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ബ്രാൻഡ്. ഇഷ്ടമല്ല, എത്ര റേറ്റിംഗ് കൊടുക്കും? അതെനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ അൻവറിൻ്റെ കേസിൽ ഞാൻ ഇപ്പോൾ അൻവർ ആദ്യം ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് സ്കിൻ കെയർ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ പോയിട്ട് ഇതാ ഇപ്പോൾ അൻവർ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണ്, ഓരോ നല്ല രസമായിട്ടുള്ള ക്യൂട്ട് പ്രൊഡക്ട്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഓരോ ജ്വല്ലറീസൊക്കെ. അതും അൻവർ പറഞ്ഞു 3-4 മാസം ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് ഞാനിത് എൻ്റെ ഫൈനലി എൻ്റെ ജ്വല്ലറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൽ അബൌട്ട് ദാറ്റ് ജേർണി, എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളത്. അതിലേക്ക് എത്തി എന്താന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് കടയിലൊക്കെ പോയാലും മാലകളൊക്കെ മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്സസറൈസ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ കൊച്ചിയിൽ ഫ്ലാറ്റിൽ ഇരുന്നപ്പോൾ ആൾ ജസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാ, നിനക്കിത് ഇടുന്നുണ്ടെങ്കിൽ നിനക്ക് ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് മാർക്കറ്റ് ചെയ്തൂടെ എന്നുള്ള സാധനം. അപ്പം ക്ലിക്ക് ചെയ്തതാ. ഞങ്ങളൊന്നും പിന്നീടൊന്നും സംസാരിക്കാൻ നിന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി. അപ്പോൾ സാധനങ്ങളെല്ലാം സോഴ്സ് ചെയ്തു, സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷെ 4 മാസം പിന്നെ അത് വെയിറ്റ് ചെയ്യേണ്ട വന്നു, ബ്രാൻഡും പാക്കിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ. നല്ലൊരു ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നി. നല്ല റെസ്പോൺസ് എനിക്ക് ഓഡിയൻസ്. നല്ല രസമുള്ള ക്യൂട്ട് സാധനങ്ങൾ. അതും രസമുള്ള ഒരു പേര്, സ്റ്റേറ്റ്മെന്റ്. വൈ ദാറ്റ്? ഞാൻ പേര് കുറേ നോക്കി, എന്ത് പേര് കൊടുക്കണം എന്നുള്ളത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം, ഈ കൊടുക്കുന്ന ജ്വല്ലറീസ് അല്ലെങ്കിൽ വിൽക്കുന്ന ജ്വല്ലറീസ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ലൈക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ലൈക്ക് ഞാൻ എല്ലാം ജെൻഡർ ന്യൂട്രൽ സാധനങ്ങളാണ്, അതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ജെൻഡറിന് ഒരു സാധനം ഇന്നത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു സാധനം മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാം. എൻ്റെ പേജ് എന്താണോ, അല്ലെങ്കിൽ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ എന്താണോ, എൻ്റെ മൈൻഡ് സെറ്റ് എന്താണോ, അതെല്ലാം എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഐ മീൻ അൻവറിനെ സംബന്ധിച്ച്. ഇപ്പം നമ്മുടെ നാട്ടിൽ മെട്രോ സെക്ഷുവാലിറ്റി, ലൈക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആൺകുട്ടികളെ, ഗ്രൂം ചെയ്ത് നടക്കാൻ ഇഷ്ടമുള്ള ആൺകുട്ടികളെ പറയുന്നത് പല രൂപത്തിലാണ്. അതെ, നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ആ പെണ്ണിനെ പോലെ എന്നൊരു സാധനമാണ്. ഇതാണ് ഞാൻ പറയുക, ഭയങ്കര ഹിപ്പോക്രാറ്റിക് ആണ്. അൻവർ അത് പലതവണ കേട്ടിട്ടുണ്ടാവണം. ഒത്തിരി കേട്ടായി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പം അൻവർ ഓഫ് കോഴ്സ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഓഫ് കോഴ്സ് ക്രിയേറ്ററിന് വേറെ തന്നെ ഒരു വേൾഡ് ഉള്ള സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൻവറിൻ്റെ ക്രിയേറ്റീവ് ജേർണി അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്പേസ് എത്രത്തോളം ബാംഗ്ലൂർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി യൂട്യൂബിലേക്കും ഒക്കെ, അതുപോലെ ഇൻസ്റ്റഗ്രാമിലേക്കും ഈ ഫാഷനിലേക്കും ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ? ബാംഗ്ലൂർ ഞാൻ മാറിയിട്ടിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടെ വളരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ബാംഗ്ലൂർ മാറിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ടൈം, മൊത്തത്തിൽ അങ്ങ് സെറ്റിൽ ആവാനുള്ള ടൈം ഇതുവരെ ആയിട്ടില്ല. അവിടെ ചെന്നു, ജ്വല്ലറിയുടെ കാര്യങ്ങൾ വന്നു. അപ്പം ഒരു വീട്, ഞാൻ താമസിച്ചിരുന്ന വീട് പെട്ടെന്ന് എനിക്കൊന്ന് മാറേണ്ട വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ തിരക്ക്, മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ടൊരു കിക്ക് സ്റ്റാർട്ട് എന്നുള്ള സാധനം വന്നിട്ടില്ല ഇതുവരെ. സമയം എടുക്കും, സെറ്റിൽ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്നുള്ളത് പറയാനുള്ളൊരു ടൈം ആയിട്ടില്ല. ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്ത് ആ ക്രിയേറ്റീവ് ജേർണിയിലേക്ക്. അതെ, പക്ഷെ കുറെ ഐഡിയാസ് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാളും എനിക്കൊരു ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ വരുന്നുണ്ട്. പുതിയതായിട്ട് വീണ്ടും ഒന്ന് തുടങ്ങിയ പോലെ തോന്നുന്നുണ്ട്. വർക്കൗട്ട് ചെയ്തെടുക്കണം എനിക്കെല്ലാം. മലയാളികൾക്ക് ഈ സ്കിൻ കെയർ എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം പറഞ്ഞ വെളുക്കാൻ വേണ്ടിയാണ് എന്നൊരു കാര്യമുണ്ട്. അതിനോട് എന്താ തോന്നിയിട്ടുള്ളത്? മലയാളികളുടെ തെറ്റിദ്ധാരണയാണോ? എനിക്ക് ഒത്തിരി മെസ്സേജ് വരാറുണ്ട്, വെളുക്കാൻ ഒരു ക്രീം പറഞ്ഞു തരും. എനിക്ക് എപ്പോഴും വരണ മെസ്സേജാണ്, എനിക്ക് വെളുക്കാൻ ഒരു ക്രീം പറഞ്ഞു തരുമെന്ന്. കുറേ ഞാൻ ഇഗ്നോർ ചെയ്യും, കുറേ പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും വെളുക്കാൻ എന്തിനാ, അതിനുള്ള സാധനങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവരെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ, മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനൊന്നും നോക്കൂല. ഞാൻ പറയും എനിക്ക് വെളുക്കാൻ ഉള്ള ക്രീമൊന്നും അറിയത്തില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് റൊട്ടീൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നൊന്ന് ടാനൊക്കെ മാറി ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനുള്ള റൊട്ടീൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് വെളുത്തിട്ട് പറയാനുള്ളൂ. കൂടുതലും അവർക്ക് വെളുത്തിരിക്കുക അതെന്തോ സംഭവമാണ് എന്നുള്ളൊരു ഉണ്ട്. അത് ഇൻസ്റ്റന്റ് വൈറ്റനിങ് ക്രീം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വീഡിയോ ചെയ്യാറുണ്ട്. എനിക്ക് കൊളാബിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഭയങ്കരമായിട്ട് അങ്ങനത്തെ അതിന്റെ മാർക്കറ്റിംഗ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത് പോലും ഉണ്ടാവില്ലല്ലേ, ജസ്റ്റ് ആ വീഡിയോയിലേക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് മാർക്കറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര പേരായിരിക്കും വാങ്ങണേ? ശരിക്കും എത്ര ആളുകള്, ഇൻഫ്ലുവൻസേഴ്സിന്റെ കേസ് പറയുന്നത് ഒരുപാട് പേര് അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
ഇപ്പോഴല്ല, തുടക്കം ടൈമിൽ കുറേ പേര് അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ അപ്പോഴേ എനിക്ക് പേടിയാ സാധനം മുഖത്ത് യൂസ് ചെയ്യാൻ. നല്ല പ്രശ്നം ഉണ്ടാവും. ബാരിയറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി യൂസ് ചെയ്തിട്ട് സ്കിൻ ഫുള്ള് കുളവായി ഒത്തിരി നാൾ ഹോസ്പിറ്റലായിട്ട് കയറി ഇറങ്ങി നടക്കായിരുന്നു. സോ ഭയങ്കര ഇഷ്യൂസ് വരും. ഇപ്പം ഈ അൻവർ ഓഫ് കോഴ്സ് ഈ ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ അൻവർ പേജിൽ ഷെയർ ചെയ്യാറുണ്ട്. അതും ഭയങ്കര ഡസ്റ്റി സ്കിൻ ടോണിന് പറ്റിയ ലിപ്സ്റ്റിക്സ് ഒക്കെ എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്? ഞങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതൊന്നും. എങ്ങനെ അൻവർ ഇത് സോർട്ട് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? ഞാൻ കുത്തിരുന്ന് നോക്കും. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്യും, കുറേ സ്ക്രോൾ ചെയ്ത് നോക്കും. പിന്നെ എനിക്കൊന്ന് കൂടുതൽ സജഷൻസ് എനിക്ക് വരാറുണ്ട്. ഞാൻ ആ ഒരു എൻ്റെ FIP ഫുള്ള് മേക്കപ്പ് പ്രൊഡക്ട്സ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ലിപ്സ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ വരുമ്പോൾ ഞാനെല്ലാം സേവ് ചെയ്തിടും. എന്നിട്ട് മിക്കപ്പോഴും മേടിക്കണം എന്ന് തോന്നുമ്പോൾ ആ സാധനം തപ്പിപ്പിടിച്ച് പോയി സേവിങ് ലിസ്റ്റിൽ നിന്ന് തപ്പിപ്പിടിച്ച് ട്രൈ ചെയ്ത് നോക്കും. എനിക്കിഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പൊ അൻവർ അങ്ങനെ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അല്ലേ? അൻവർ ഇപ്പൊ ഇതുവരെ ചെയ്ത് ഒരുപാട് ഹോം റെമഡീസ് സ്കിൻ കെയറിൽ റെക്കമെൻഡ് ചെയ്ത് ഇതുവരെ അൻവർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു സാധനം ഏതാ? നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്കൊക്കെ വർക്ക് ആവുന്നുള്ളൂ. റാഗി ചെറുതായിട്ടൊന്ന് ചൂട് പാലിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ, ഭയങ്കര പെട്ടെന്നൊരു ഗ്ലോ വന്ന പോലെ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഈവൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പുറത്ത് പോയാൽ മതി. നല്ലൊരു പെട്ടെന്നൊരു മുഖം ഒന്ന് ബ്രൈറ്റ് ആവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ ഡെയിലി ചെയ്യാൻ പാടില്ല. ഇപ്പം ഏതൊരു ഹോം റെമഡീസ് ആണെങ്കിലും ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ബാരിയറൊക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സാധനം, സേഫ് സോണാണ്. അതിനകത്ത് ലെമനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഈ വർക്ക് ആവാത്ത കാര്യം ആ നാരങ്ങാനീര് തന്നെയാണോ? നാരങ്ങയാണ്. ഞാൻ ഒരു വട്ടം വർക്ക് ആവാത്തത് നാരങ്ങയുടെ അത് ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആരൊക്കെയോ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫ്ലോപ്പ് ഇടാൻ പറ്റില്ല, ഫ്ലോപ്പ് ഇട്ടാൽ അതും ട്രൈ ചെയ്യും ആള്. നീറും അല്ലേ ഭയങ്കരമായിട്ട്? പുകച്ചിലുണ്ടാവും. എൻ്റെ മുഖം എന്താ പറയാ കൂടിപ്പോയി. ഞാൻ എടുത്ത നാരങ്ങയുടെ അളവ് കൂടിപ്പോയി. അപ്പം ഇവിടെ എല്ലാം പ്രായമായവരുടെ മുഖം ഇങ്ങനെ ചുളുങ്ങി ഇതാവില്ലേ, അങ്ങനെ വന്നിട്ട് ഊട്ടേന്ന് പറഞ്ഞാ അറിയോ? അപ്പൊ അങ്ങനെ വന്നിട്ട് മുഖം ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് തോന്നുന്നു, വേറെ അങ്ങനെ ഫ്ലോപ്പ് ആയ സാധനം. അതിനുശേഷം ആളുകൾ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഫ്ലോപ്പ് വീഡിയോസ് ഒന്നും ഇടല് നിർത്തി. ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ച് ഇപ്പം ഇനി എന്താണ് അൻവറിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്? എനിക്ക് മേക്കപ്പിൽ കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. മേക്കപ്പ് വീഡിയോസ്, എന്താ പറയുക, ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യണം, പ്രൊഡക്ട്സുകൾ കുറേ ട്രൈ ചെയ്യണം, കുറേ ലുക്സ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി എൻ്റെ ഒരു മെയിൻ ഫോക്കസ് മേക്കപ്പിലേക്കാണ്. സ്കിൻ കെയർ ഒബ്വിയസ്ലി ഉണ്ട്, ഇല്ലയെന്നല്ല. ബട്ട് കൂടുതൽ ഞാൻ മേക്കപ്പിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുക. കാരണം അതിൽ പഠിക്കാൻ ഒത്തിരി ഉണ്ട് നമുക്ക്. മേക്കപ്പ് ആണെങ്കിലും നമുക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. ഇപ്പം എന്താ പറയുക, കുറെ ആർട്സ് മുഖത്ത് ചെയ്യുക, ആർട്ട് വർക്കുകൾ ചെയ്യുക, പെയിന്റിങ്സ് ഒക്കെ മുഖത്ത് ചെയ്യുക. പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പഠിച്ചും കൂടെ നോക്കുന്നുണ്ട്. അതിലൊന്ന് മുന്നോട്ട് പോകണം എന്നുണ്ട്. ഓ നൈസ്. അൻവറിന്റെ ഈ ജേർണിയിൽ അൻവർ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയി നിൽക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഒത്തിരി മൊമെന്റ്സ് ഉണ്ട്, ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഭയങ്കര ഇതായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ, ആദ്യം കിട്ടിയ സാലറിയിൽ എനിക്ക് ഉമ്മാക്കൊരു ഗോൾഡ് വാങ്ങിക്കൊടുക്കാൻ പറ്റി, ഗോൾഡ് മോതിരം. ഉമ്മാന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷം. റീസെന്റ് ഞാൻ ഉമ്മാക്കൊരു കമ്മൽ വാങ്ങിക്കൊടുത്തു. അതായിരുന്നു എനിക്ക് ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ട് തോന്നിയത്. ഉമ്മാക്ക് ജിംക്ക ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് വാങ്ങി, പുള്ളിക്കാരിക്ക് അറിഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര, അത്ര ഹാപ്പി ആയിട്ട് ഞാൻ ഒരു ഇത് കണ്ടിട്ടില്ല. ഞാനൊരു സാധനം കൊടുത്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും എനിക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതാണ് ഉമ്മാക്ക്, എനിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്. എന്നെക്കൊണ്ടത് പറ്റുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ച ലെവലിലൊക്കെ എനിക്ക് എത്താൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഞാൻ കുറേ സ്വപ്നം കാണുന്ന ഒരാളാണ്. കുഞ്ഞിലെ തൊട്ടേ കുറേ ആഗ്രഹങ്ങൾ, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ അതൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായി. എല്ലാം കഴിഞ്ഞു, ലൈഫ് കഴിഞ്ഞു, ഇനി എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കാര്യമില്ല എന്നുള്ള ഒരു സമയം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ആയത്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ലൈഫിനോട്.
അൻവറിനോട് പിന്നെ അടുത്ത എനിക്ക് ചോദിക്കാനുള്ള, നമുക്ക് പ്രോഡക്ട്സിന് റേറ്റ് ചെയ്താലോ നമുക്ക്? ഡം ഡോക്ക്. ഡം ഡോക്ക് ഡേം ഡോക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ബ്രാൻഡ്. ഇഷ്ടമല്ല. എത്ര റേറ്റിംഗ് കൊടുക്കും? അതെനിക്ക് ഇഷ്ടമല്ല ആ ബ്രാൻഡ്. ഇഷ്ടമല്ല, ഇഷ്ടമല്ല. മൊത്തത്തിൽ ഇഷ്ടമല്ല. റേറ്റിംഗ് പോലെ കൊടുക്കണ്ട. അക്വാലോജിക്ക. അക്വാലോജിക്ക 8 out of 10. 8 out of 10. ആ, അൻവറിന്റെ സ്ഥിരം ഏറ്റവും നല്ല യൂസ് ചെയ്ത സൺസ്ക്രീൻ കൂടിയല്ലേ അക്വാലോജിക്ക? അതിനോ എനിക്കറിയാം. മിനിമലിസ്റ്റ്. മിനിമലിസ്റ്റും 8 out of 10 കൊടുക്കും. നല്ല അവരുടെ നയസിനമൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഓക്കെ. വൈറ്റമിൻ സി എനിക്ക് ഓക്കെ ആയിരുന്നു തുടക്കത്തിൽ. പിന്നീട് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. സോ വൈറ്റമിൻ സി, എനിക്കിപ്പോൾ വൈറ്റമിൻ സി ചേരാറില്ല എൻ്റെ സ്കിന്നിൽ. വൈറ്റമിൻ സി ചേരുന്ന, ലൈക്ക് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണ് സ്കിന്നിന്? വൈറ്റമിൻ സി നമ്മുടെ പിഗ്മെന്റേഷൻസ് മാറും, ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കും, സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവും, മുഖത്തിങ്ങനെ ലൈറ്റ് അടിച്ച പോലെ തിളങ്ങും മുഖം വൈറ്റമിൻ സി യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അത് എല്ലാവർക്കും ചേരണം എന്നില്ല. ഈവൻ എനിക്ക് തുടക്കത്തിൽ ചേരുമായിരുന്നു. ഇപ്പം എനിക്കത് വൈറ്റമിൻ സി ഇട്ട അപ്പം മുഖത്ത് പിമ്പിൾസ് വരും. കോജിക് ആസിഡും ഇതുപോലെ ബ്രൈറ്റനിങ്ങിന് നല്ല, പക്ഷെ എനിക്ക് വൈറ്റമിൻ സിയോളം അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല കോജിക് ആസിഡ്. അപ്പോൾ മിനിമലിസ്റ്റ് നമ്മൾ ഒരു 8 out of 10. 8. ഓക്കെ. കെമിസ്റ്റഡ് പ്ലേ ആണോ? കെമിസ്റ്റഡ് പ്ലേയുടെ ബേർനാട്ടമി, കെമിസ്റ്റഡ് പ്ലേ ഇവരെല്ലാം ഒരു മദർ ബ്രാൻഡിൽ വരണതാണ്. അണ്ടർആം റോൾ ഓൺ നല്ലതാ, ഒരു 7. അണ്ടർആം ഡാർക്ക്നെസ് കുറക്കാൻ എന്തൊക്കെയാ നമുക്ക് യൂസ് ചെയ്യാം? അണ്ടർആം ഡാർക്ക്നെസ് ഈ റോൾ ഓൺ നല്ലതാ കെമിസ്ട്രിന്റെ. പിന്നെ കൂടുതൽ നമ്മൾ ഷേവ് കെമിസ്ട്രി ഞാൻ ആക്ച്വലി ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തും കണ്ടിട്ടുണ്ട്. നല്ല റോൾ ഓണാ, നല്ലൊരു ഫ്രഷ് ഫ്രേഗ്രൻസാ. നമ്മൾ ഒന്ന് ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കുറയാറുണ്ട്. ഭയങ്കരമായിട്ടല്ല, നമ്മൾ യൂസ് ചെയ്ത് അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറയും, നല്ലപോലെ കുറയും. പിന്നെ ഈ ഷേവിങ് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്. അവിടെ ഫ്രിക്ഷൻ ഉണ്ടായി പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊന്ന് ട്രിമ്മിലേക്ക് കൊണ്ടുപോയി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം കുറയും. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടല്ലോ, നമ്മുടെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ അടിപൊളിയാണ്. അത് നല്ല മാറ്റം ഉണ്ടാവും, പക്ഷെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ ഈ സ്കിൻ കെയർ ആണെങ്കിൽ എല്ലാം ഒരു ചിട്ട ഉണ്ടാവണം, റൊട്ടീനാണ് മെയിൻ. ഇപ്പൊ ഈ ഞാൻ ചോദിക്കാൻ വിട്ടതാണ്, ഈ ഡാൻഡ്രഫിന്റെ കേസ് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തലേന്റെ മുകളിൽ ചെയ്തിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക്. ഇപ്പം നമ്മുടെ ഗട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എത്ര തല കാണിച്ചിട്ടും കാര്യമില്ല. ആദ്യം വയറെന്താണെന്നുള്ളത് നോക്കണം. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, അതുപോലെ 1-2 ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എത്ര ചെയ്താലും ഈ സാധനം എനിക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ റൊട്ടീൻസ് കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് അത് മാറില്ല. അതിൽ മൊത്തത്തിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഇതിൻ്റെ ആക്ച്വൽ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. ഓക്കെ. ഇനി ഡോട്ട് ആൻഡ് കീ പറയുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് കീ ഒരു 8 out of 10. 8 out of 10. ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീൻ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അതും ഒരു 7. പ്ലിക്സ്. പക്ഷെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ് പ്ലിക്സിന്റെ ചില പ്രൊഡക്ട്സ് ഒക്കെ നല്ലതായിരുന്നു തുടക്കം ടൈമിൽ. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അവരുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് കാരണം എല്ലാവരും കണ്ടിന്യൂസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്ട്സ് ഒക്കെ. അവരുടെ ജാമുൻ, പിമ്പിൾ, ആക്നി, സ്പോട്ട് കറക്റ്റ് ഉണ്ട്, നല്ലതാ. അവരുടെ ഹെയർ ഗ്രോത്ത് സിറം നല്ലതാ. ഇപ്പൊ ഇവരുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. ആണോ? ഞാൻ കണ്ടിട്ട് കുറെ ആയി. 7 ഉണ്ട്. ഹൈഫൻ 7 out of 10. അവരുടെ ഹോം ഒരു മറ്റേ ഡബിൾ ഷോട്ട്. പക്ഷെ അതും എല്ലാവർക്കും എന്താ പറയാ, ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആവും. കാരണം ഇതിൽ ഒരു ഓയിൽ മിക്സ് ഉണ്ട്. അപ്പൊ അതിട്ട് കഴിഞ്ഞാൽ ഓയിൽ ആവും. അല്ലാണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാ, നന്നായിട്ട് സ്കിൻ ടോൺ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു 7. 7. കോസറക്സ് ഞാൻ 8.5. എനിക്ക് ഭയങ്കരമായിട്ട് ചേരാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും ചേരണം എന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന് അത് യൂസ് ചെയ്താൽ പിമ്പിൾ വരും. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും? ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ വേറെ കുറച്ച് പേരത്തും കൂടെ ചോദിച്ചു. ചിലർക്ക് പ്രശ്നമില്ല,
ചിലർക്ക് പ്രശ്നമുണ്ട്. ചിലർക്ക് പ്രശ്നമാണ്. പിന്നെ റിവ്യൂസും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള. അപ്പോൾ സംഭവം അടിപൊളിയാ. അപ്പോൾ കോസ്റെക്സിന് നമുക്ക് ഞാൻ എൻ്റെ ഒരു ഇതിൽ 8.5 കൊടുക്കും. 8.5. ദി ഓർഡിനറി ഓർഡിനറി അടിപൊളിയാ. നേരത്തെ പറഞ്ഞത് പറഞ്ഞല്ലേ. ഞാൻ 9 കൊടുക്കും. 9 കൊടുക്കും. ഓർഡിനറിൻ്റെ ഏതാണ് നേരത്തെ പറഞ്ഞ? ഗ്ലൈക്കോളിക് ആസിഡും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവരുടെ പീലിംഗ് സൊല്യൂഷൻ ഒരു റെഡ് കളർ, അത് നല്ലതാണ് ടാൻ റിമൂവ് ചെയ്യാൻ. നല്ല വീക്ക്ലി 2 തവണ യൂസ് ചെയ്യണം. പിറ്റേ ദിവസം പക്ഷേ നമ്മൾ സൺസ്ക്രീൻ ഇട്ടേ പറ്റുള്ളൂ, കാരണം സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവുന്നതാണ്. നല്ലതാണ്. ടാനൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന 2 പ്രൊഡക്ട്സാണ് ഓർഡിനറി. ഫോക്സ്ടെയിൽ 7. ഫോക്സ്ടെയിലിൻ്റെ വൈറ്റമിൻ സി സിറം എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ കഴുത്തിൽ നല്ല ടാൻ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. നല്ല മാറ്റം ഉണ്ടായി. കഴുത്തിൽ ടാനൊക്കെ മാറിയിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സൺസ്ക്രീൻ ഉണ്ടൊരു മാറ്റിഫൈങ് സൺസ്ക്രീൻ, അതും ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതാണ്. ഒരു ആവറേജ് ഇതിൽ പറയാം. വൈറ്റമിൻ സി മാത്രമേ, അതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. മിക്സ്ഡ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് നല്ലപോലെ വൈറ്റമിൻ സി സിറം, അതിൻ്റെ ചെറിയ സ്മെല്ലുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഏതൊക്കെ കൊറിയൻ പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ ട്രെൻഡിങ് ആവുന്നുണ്ട്. കൊറിയൻ പ്രോഡക്ട്സിൻ്റെ കേസ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന, ഇപ്പോൾ ലൈക്ക് നമ്മൾ അൻവർ യൂസ് ചെയ്തിട്ട് സെറ്റായ കൊറിയൻ പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്നത്? എനിക്ക് സെലിമാക്സ് ഓൾറെഡി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് ലിസ്റ്റിൽ ഇട്ടിരുന്നൊരു സാധനമാണ് സെലിമാക്സിൻ്റെ റെറ്റിനോൾ ഷോട്ട്. അപ്പം എനിക്ക് എങ്ങനെയോ ലക്കിനത് കിട്ടി, അവരെന്നെ കൊളാബായിട്ട് വന്നു. അത് നല്ലതാണ്. അതെനിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സ്കിൻ ഭയങ്കര സ്മൂത്ത് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ്. കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ്റെ ഒരു എസൻസ് ക്രീം പോലെ ഉണ്ട്, അതും നല്ലതാണ്. പിന്നെ കൊറിയൻ ഞാൻ യൂസ് ചെയ്ത്, എനിക്കൊന്നും അത് 3 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കൊറിയൻ സ്കിൻ കെയർ. അപ്പോൾ അത് 3 സെറ്റാണ്. ഇപ്പോൾ ഈ മൺസൂൺ സീസൺ ആണ്, എങ്ങനെ അൻവറിന് എന്തൊക്കെ ടിപ്സ് കൊടുക്കാൻ പറ്റും മൺസൂൺ സീസണിൽ? നിങ്ങളെ സ്കിൻ കെയർ ഒക്കെ എങ്ങനെ ചെയ്യണം? മൺസൂൺ ഞാൻ സൺസ്ക്രീൻ, മൺസൂൺ ആയാലും സൺസ്ക്രീൻ മസ്റ്റ്. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും ഞാൻ ഏത് പാതിരാത്രിയുടെ സൺസ്ക്രീൻ ഇടണോ? വീട്ടിനകത്തിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ വീട്ടിൽ അകത്തിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ അത്ര കിടാറില്ല. മൺസൂൺ ആണെങ്കിൽ ഇട്ടാൽ എന്താവും ഇത് ഒലിച്ചൊക്കെ പോകും. അതുകൊണ്ട് ചില സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് സൺസ്ക്രീൻ. വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണോ? ഞാൻ ഇടാറുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കണം? ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ച് ചിലർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ലൈക്ക് ബാരിയർ, ഞാൻ കൂടുതലും എപ്പോഴും ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസേഴ്സാണ് കൂടുതലും യൂസ് ചെയ്യാറ്. കാരണം എപ്പോഴും ഞാൻ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് യൂസ് ചെയ്യാണ്ട് പറ്റത്തില്ല, ട്രൈ ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പം എനിക്കെപ്പോഴും ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം മോയ്സ്ചറൈസർ എപ്പോഴും ബോഡിക്കാണെങ്കിലും കൈക്കാണെങ്കിലും അതാണ് ഈ ഒരു തണുപ്പ് ടൈമിൽ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യാം, മോയ്സ്ചറൈസർ എപ്പോഴും ഇടുക എന്നുള്ളത്. അൻവർ ഇപ്പോൾ യൂട്യൂബ് ഇവൻറ്റിനെ പറ്റി സംസാരിക്കുക. അൻവറിൻ്റെ യൂട്യൂബ് ഇവൻറ്റ്സിൽ ഒരുപാട് ഞാൻ നോക്കുമ്പോൾ നിറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഈ കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും ക്ലോസ് ടു ഹേർട്ടായ ഗിഫ്റ്റ് ഏതാ? ഗിഫ്റ്റ് എന്നല്ല, എനിക്ക് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. ഒരു ടംബ്ലർ കിട്ടിയിട്ടുണ്ടായി. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു സാധനമാണ്. ഞാൻ എപ്പോഴും അതിനകത്ത് വെള്ളം കുടിച്ചിട്ട് സ്ട്രോയ്ക്ക് ഇട്ട് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങി നടക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്കത്. ഓക്കെ. അൻവറിൻ്റെ ഇപ്പോൾ ഈ ജേർണിയിൽ അൻവറിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? ഞാനൊരു ഫ്യൂച്ചർ കാണുന്നില്ല ആക്ച്വലി. ഞാനൊരു ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഇതിൽ നിൽക്കണേ. കാരണം പറയാൻ പറ്റില്ല, എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താ ഇപ്പം സംഭവിക്കുക എന്നുള്ളതൊന്നുമില്ല. പറ്റുന്നവരെ പോവുക, നിൽക്കാൻ പറ്റുന്നവരെ നിൽക്കുക, പറ്റുന്നത്രയും എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുക, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ജേർണിയിൽ ഇപ്പോൾ ഈ 3 വർഷത്തെ ഈ ജേർണിയിൽ അൻവർ ആരൊക്കെയാണ് എപ്പോഴും ഉമ്മാനെ ഓഫ് കോഴ്സ് അൻവർ ഓർക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള മനുഷ്യന്മാരാരൊക്കെയാണ്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയാണ് എനിക്ക് എന്താണ് ഹുക്ക് എന്നുള്ളത് പഠിപ്പിച്ചു തന്നെ. അതില്ലായിരുന്നെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ പറഞ്ഞു തന്നു പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ ചെയ്തത്, ആ വീഡിയോ വൈറലായത്. പിന്നെ എനിക്ക് കുറേ കോണ്ടന്റിന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിയുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ട്സിനാണെങ്കിലും മെൻ്റലി ആണെങ്കിലും. ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ തന്നെയാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ലൈക്ക് ഇപ്പോൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം സർക്കിളിൽ നിന്ന് തന്നെ പല രൂപത്തിലുള്ള കളിയാക്കലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല.
മുഖത്തുനിന്ന് ലൈക്ക് നേരിട്ടല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കളിയാക്കലോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എല്ലായിടം എൻ്റെ ചുറ്റുപാട് ഫുൾ എനിക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. ദാറ്റ്സ് ഗ്രേറ്റ് ആക്ച്വലി. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണത്. പക്ഷെ അൻവറിനെ സംബന്ധിച്ച് അത് ഉണ്ട്. എനിക്ക് ഫുൾ എൻ്റെ ചുറ്റുപാട് ഫുള്ളും എനിക്ക് സപ്പോർട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സപ്പോർട്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് അൻവറിനോടാണ്. അൻവർ ഇപ്പോൾ കേരളത്തിലെ മെയിൽ ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്ററാണ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റർ. ഇനിയും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇനി ഏറ്റവും ടോപ്പ് ലെവലിൽ അൻവറിന് എത്താൻ പറ്റും, എനിക്കത് ഉറപ്പാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും അൻവറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും അൻവറിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, നല്ല നല്ല ലിപ്സ്റ്റിക്ക് പറഞ്ഞു തരാനും സ്കിൻ കെയർ പറഞ്ഞു തരാനും അൻവറിന് സാധിക്കട്ടെ. ഇതുപോലെ ഈ ജേണി ശരിക്കും ഇൻസ്പിറേഷനാണ്. ആൺകുട്ടികൾ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല, ഒരു ആണത്വം പോകാനില്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ അൻവർ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.